നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് PCOD, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, അത് ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്, മരുന്നില്ലാതെ എന്തൊക്കെ രീതിയിൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചികിത്സകളാണ് അതിനുള്ളത്, അതുണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നിവയൊക്കെ അടങ്ങുന്ന ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായിട്ട് PCOD എന്താണെന്ന് നോക്കാം. PCOD എന്ന് പറയുന്നത് ഇന്ന് സ്ത്രീകളിൽ കാണുന്ന വളരെ കോമൺ ആയി കാണുന്ന ഒരു അസുഖമാണ്. സ്ത്രീകളുടെ അണ്ഡാശയത്തിൽ നിന്നാണ് അണ്ഡം ഉൽപ്പാദിപ്പിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അണ്ഡം പൂർണ്ണ വളർച്ച എത്താതെ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഈ അണ്ഡം അവിടെ കടന്നൊരു സിസ്റ്റ് രൂപത്തിലാവുകയും അത് കാരണം നമുക്ക് ഹോർമോണൽ പ്രോബ്ലംസ് വരികയും അത് കാരണം നമ്മുടെ ഓവുലേഷൻസ് ഒക്കെ ആർത്തവമൊക്കെ ക്രമം തെറ്റി വരികയും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് PCOD അല്ലെങ്കിൽ PCOS എന്ന് പറയുന്നത്. PCOD ഉണ്ടാവാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ജെനറ്റിക്സ് ആണ്, പാരമ്പര്യമാണ്. പാരമ്പര്യമായിട്ട് PCOD ഉള്ള ആളുകൾക്ക്, പാരമ്പര്യമായിട്ട് പ്രമേഹമുള്ള ആളുകൾക്കൊക്കെ ഈ PCOD വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഒബിസിറ്റിയാണ്, പൊണ്ണത്തടിയുള്ള ആളുകൾക്ക്, ഓവർ വെയിറ്റ് ഉള്ള സ്ത്രീകൾക്ക് PCOD വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ മറ്റൊരു കാരണമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം കൂടുതലായിട്ട് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് കാരണമായിട്ട് പുരുഷ ഹോർമോണായ ആൻഡ്രോജന്റെ അളവ് കൂടുകയും അത് കാരണമായിട്ട് PCOD ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവസാനമായി പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. സഡൻഡറി ആയിട്ട് പ്രത്യേകിച്ച് വ്യായാമം ഒന്നുമില്ലാത്ത ലൈഫ് സ്റ്റൈല്, അതുപോലെ തന്നെ കൂടുതലായിട്ട് മധുരം കഴിക്കുകയും കൂടുതലായിട്ട് ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുകയും ജങ്ക് ഫുഡ്സുകൾ കൂടുതലായിട്ട് കഴിക്കുകയും കാർബോഹൈഡ്രേറ്റ് അധികമായിട്ട് കഴിക്കുകയും അങ്ങനെ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ് ഉള്ള ആളുകൾക്കും ഈ ഒരു PCOD ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സ്ട്രെസ് എന്നുള്ളത്. ഓവർ സ്ട്രെസ് അനുഭവിക്കുന്ന സ്ത്രീകളിലും PCOD ഒരു കാരണമാവാറുണ്ട്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. PCODയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ആർത്തവത്തിലുണ്ടാകുന്ന ക്രമക്കേടുകൾ തന്നെയാണ്. ആർത്തവത്തിലുണ്ടാകുന്ന ക്രമം തെറ്റിയുള്ള ആർത്തവം, അധികമായി വരുന്ന ആർത്തവം, തീരെ ആർത്തവമില്ലാത്ത അവസ്ഥ, വേദനയോട് കൂടിയ ആർത്തവം, ഓവറായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക, അബോർഷൻ ഉണ്ടാവുക, വന്ധ്യത, മുഖത്ത് രോമ വളർച്ചയും മുഖക്കുരുവും കൂടുതലായിട്ട് വരിക, ഓവറായിട്ട് ശരീരത്തിന്റെ ഭാരം കൂടി വരിക, ക്ഷീണം അനുഭവപ്പെടുക, ബോഡി പെയിൻ ഉണ്ടാവുക, ആർത്തവ സമയത്ത് വേദന ഉണ്ടാവുക, മുടി കൊഴിച്ചിൽ, മൂഡ് സ്വിംഗ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതെല്ലാം PCODയുടെ ലക്ഷണങ്ങളാണ്. ഇനി നമുക്കിത് എങ്ങനെ തിരിച്ചറിയാം, എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്താലാണ് PCOD ഉണ്ടോ ഇല്ലോ എന്ന് അറിയാൻ സാധിക്കുള്ളൂ എന്ന് നോക്കാം. പ്രധാനമായിട്ടും ഹോർമോൺ ടെസ്റ്റ് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സിസ്റ്റുകൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അൾട്രാസൗണ്ട് സ്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കുക, PCODയുടെ തുടക്കത്തിൽ നമുക്ക് മെഡിസിൻ ഒന്നും ഇല്ലാതെ തന്നെ, പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റിൽ മരുന്നൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയും ഭക്ഷണത്തിൽ കുറച്ച് ക്രമീകരണങ്ങൾ വരുത്തിയും നമുക്കിത് പൂർണ്ണമായും മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം മധുര ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, മധുരമുള്ള എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കുക, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളെ പരമാവധി കുറയ്ക്കുക, ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ, നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, omega-3 ഫാറ്റി ആസിഡ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഇത്തരം ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. കഫിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. വെയിറ്റ് മാനേജ് ചെയ്യുക, വെയിറ്റ് ഉള്ള ആളുകൾ വെയിറ്റ് കുറക്കുക, ദിവസവും വ്യായാമം ചെയ്യുക, സ്ട്രെസ് ഉള്ള ആളുകൾ സ്ട്രെസ് കുറക്കാൻ വേണ്ടി ശ്രമിക്കുക, മെഡിറ്റേഷൻ പോലുള്ളവ ചെയ്തുകൊണ്ട് സ്ട്രെസ് കുറക്കാവുന്നതാണ്. ഇനി ചികിത്സയിലേക്ക് വരുമ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഹോമിയോപ്പതിക്ക് വളരെ മികച്ച ചികിത്സ PCODക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഹോമിയോപ്പതി ചികിത്സ നോക്കാവുന്നതാണ്. നിങ്ങൾ സർജറി പോലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു ഹോമിയോപ്പതി ചികിത്സ ചെയ്ത് നോക്കുന്നത് വളരെ നന്നാവും. ഇതിന് വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു.